നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് കലാഭവൻ ഷാജോണിനെ കേന്ദ്ര കഥാപാത്രമാക്കി സനൂപ് സത്യൻ സംവിധാനം ചെയ്ത CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം റിലീസായ സമയത്ത് തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ അധികം ഷോസ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇനി ഈ ചിത്രം OTT റിലീസായിരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഈ ചിത്രം റിവ്യൂ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതൊരു നവാഗത സംവിധായകൻ്റെ സിനിമയാണ്. വളരെ മിനിമം ബഡ്ജറ്റിൽ വളരെ മിനിമം ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. ഇത്തരം ചിത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഈ ചിത്രം റിവ്യൂ ചെയ്യുന്നത്. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ ജോണറിലാണ് ചിത്രം കഥ പറയുന്നത്. ഇതിൽ കലാഭവൻ ഷാജോൺ CID രാമചന്ദ്രൻ എന്ന റിട്ടയർഡ് പോലീസുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ ചിത്രം ആദ്യ സീൻ തന്നെ ആരംഭിക്കുന്നത് രാമചന്ദ്രന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനോട് കൂടിയാണ്. 30 വർഷത്തെ സർവീസിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്ന രാമചന്ദ്രന്റെ ചിന്തയിൽ നിന്നാണ് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫേം തുടങ്ങാമെന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അതിനെ കൂട്ടുകാരനെയും കൂടി നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരത്തൊരു ഫേം തുടങ്ങുന്നു. ആദ്യത്തെ 2 മാസമായിട്ടും പ്രത്യേകിച്ച് കേസുകളൊന്നും വരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് വക്കീലായിട്ടുള്ള കൂട്ടുകാരൻ പറയുന്നത്, പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ ആ പ്രതി യഥാർത്ഥ പ്രതിയല്ലെന്ന് കോടതിക്ക് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആ പ്രതിക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ടെന്നും ആ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ കരിയറിലൊരു മൈൽ സ്റ്റോൺ ആവുമെന്നും ആ കൂട്ടുകാരൻ നിർദ്ദേശിക്കുന്നു. അതിനെ തുടർന്ന് രാമചന്ദ്രൻ ആ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുകയും തുടർന്ന് രാമചന്ദ്രൻ ആ പ്രതിയെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഈ ചിത്രം ഫോളോ ചെയ്യുന്നത്. കാരണം ഒരു വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന കേസുകൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെയൊക്കെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സീനിൽ ആ പോലീസുകാരൻ്റെ ഒരു ക്ലവർനെസ് കാണിക്കുന്നു, തൊട്ടടുത്ത സീനുകളിൽ ആ പോലീസുകാരൻ നേരിടുന്ന വെല്ലുവിളികൾ കാണിക്കുന്നു, ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ആ പോലീസുകാരൻ പ്രതിയെ കണ്ടുപിടിക്കുന്നു. അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷെ മറ്റു ക്രൈം ത്രില്ലർ ചിത്രങ്ങളിൽ നിന്ന് CID രാമചന്ദ്രൻ ഒരു മികച്ച അറ്റംപ്റ്റ് ആണെന്ന് പറയാൻ കാരണം ഒരു തരത്തിലുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെയും ഗിമ്മിക്കുകൾ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങളിലൊക്കെ വയലൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള സസ്പെൻസ് സീനുകൾ വരുമ്പോഴൊക്കെ വല്ലാത്തൊരു മ്യൂസിക് സ്കോറും കളർ പാലറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചസ് ഒക്കെ കൊണ്ട് വല്ലാത്തൊരു ഗിമ്മിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, ഒരു ടെംപ്ലേറ്റ് അങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ CID രാമചന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയി ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ, സാധാരണക്കാരനായിട്ടുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ ഒരു കേസിനെ അപ്രോച്ച് ചെയ്യുന്നത് അത്തരത്തിലാണ് രാമചന്ദ്രൻ ഈ കേസിനെ അപ്രോച്ച് ചെയ്യുന്നത്. രാമചന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഷാജോൺ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കലാഭവൻ ഷാജോൺ എന്ന നടന്റെ കരിയറിൽ തന്നെ വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ കഥാപാത്രം. വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് രാമചന്ദ്രൻ എന്ന കഥാപാത്രം. രാമചന്ദ്രന്റെ പ്രൊഫഷണൽ ലൈഫ് പറയുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ പേഴ്സണൽ ലൈഫും വരുന്നുണ്ട്. ഈ ചിത്രം നേരിടുന്നൊരു പ്രധാന വെല്ലുവിളിയായി തോന്നിയത് ഈ സാധാരണ അന്വേഷണ സിനിമകളുടെ ടെംപ്ലേറ്റും അതേ രീതിയിൽ തന്നെയുള്ള ഫോർമാറ്റും ഫോളോ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രൊഫഷണൽ സ്റ്റോറിയും പേഴ്സണൽ സ്റ്റോറിയൊക്കെ അതിനോട് ഏകദേശം താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ആദ്യത്തെ ക്ലവർനെസ് കാണിക്കുന്ന സീനൊക്കെ കുറച്ചുകൂടി ഒരു പഞ്ചാക്കാമായിരുന്നു എന്ന് തോന്നി. അതോടൊപ്പം തന്നെ ഭാര്യയുടെ മുന്നിലൊരു റെക്കഗ്നൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സേതുരാമയ്യ CBI പോലുള്ള ഒരു അമ്പലം റിലേറ്റഡ് സീനൊക്കെ വരുന്നുണ്ട്. അത്തരം ക്രിഞ്ച് സീനൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ ഒരു മാനസിക സഞ്ചാരം കുറച്ചുകൂടെ ഭംഗിയായി അവതരിപ്പിക്കാമെന്ന് തോന്നി. ഇതിൽ കലാഭവൻ ഷാജോനെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുധീർ കർമ്മന, ബൈജു, അനുമോൾ, ശങ്കർ രാമകൃഷ്ണൻ, ആനന്ദ് മന്മഥൻ എന്നിവരാണ്. അവരൊക്കെ അവരുടെ കഥാപാത്രങ്ങളെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സനൂപ് സത്യന്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രോത്സാഹിപ്പിക്കേണ്ട ചിത്രം തന്നെയാണ്. നമ്മൾ സാധാരണ കണ്ടു ശീലിച്ചിട്ടുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് വളരെ സത്യസന്ധമായി മിനിമം ബഡ്ജറ്റിൽ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായി അപ്രോച്ച് ചെയ്യുന്ന ഒരു ചിത്രം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു തവണ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് CID രാമചന്ദ്രൻ.